നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ അർജുനും ശ്രീതും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുനോട് ശ്രീത് ചോദിക്കുന്നത് ഇപ്പോൾ 69 ദിവസമായല്ലോ, ഇനി ഇപ്പൊ എന്താണ് പ്ലാനിങ് എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് പ്ലാൻ ചെയ്താണ് നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ് ശ്രീത് ചോദിക്കുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേയും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഇനിയും ഒരു പ്ലാൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ശ്രീത് പറയും, ആദ്യം പ്ലാൻ ഇല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ എന്താണ് പ്ലാൻ എന്നുള്ളതാണ് ചോദിക്കണേന്നൊക്കെ പറയും. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അമ്മയാണ് സത്യം, എനിക്ക് ഒരു പ്ലാനും ഇല്ല, ഞാൻ ഒരു പ്ലാനിലും അല്ല ഇവിടെ നിന്നിട്ടുള്ളത്, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തുമല്ല ഇവിടെ നിന്നിട്ടുള്ളത്, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഞാനിവിടെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിലാണ് അർജുൻ സംസാരിക്കുന്നത്. പുറത്തായാലും അകത്തായാലും ഒക്കെ ഞാൻ ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്, എൻ്റെ കരിയർ ആണെങ്കിലും എല്ലാ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്തല്ല ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പല ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിരുന്നു, ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും വീസിങ് ഉണ്ടായിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീതു അത് എപ്പോഴായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് അർജുൻ പറയുന്നത്. അതുകൊണ്ട് ശ്രീതു ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇത് റിറ്റേറ്റ് ചെയ്യാൻ വല്ല ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ശ്രീതുവിനോട് അർജുൻ ചോദിക്കുന്നുണ്ട്. ശ്രീതു അപ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അപ്പോഴാണ് എന്ത് സംസാരിച്ചപ്പോഴാണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ശ്വാസം മുട്ടണ കാര്യം പറഞ്ഞത് എനിക്കത് ഓർമ്മയില്ല എന്നപ്പോൾ അർജുൻ പറയും. അപ്പോൾ വിടുന്നില്ല ശ്രീതു, എപ്പോൾ ഒന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ ആയിരുന്നു ശരിക്കും റോബോട്ട് ആവേണ്ടത്, ജാസ്മിൻ അല്ലായിരുന്നു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അർജുൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ പോവുകയാണ്. കോംബോ ആയിട്ട് നിൽക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രീതു ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീതു ഇപ്പൊ അർജുനെ കോമ്പൻ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് ആക്കാനാണ് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ശ്രീതുവിന്റെ കൂടെ കോംബോ ഉണ്ടായിരുന്നപ്പോൾ ശ്രീതുവിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, ജാസ്മിന്റെ കൂടെ ആയപ്പോഴാണ് ശ്രീതുവിന് ഇപ്പൊ മൊത്തം പ്രോബ്ലം. അർജുൻ കൂടുതൽ അടുക്കാതെ നിൽക്കുമായിരിക്കും അർജുൻ ഏറ്റവും നല്ലത്. അർജുൻ ശരിക്കും പറഞ്ഞാൽ ജെന്യുവൻ ആയിട്ട് നിൽക്കണ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് അർജുനെ പറ്റിയുള്ള അഭിപ്രായം?